അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പാമ്പിനെ ഭക്ഷിക്കുന്നതായി സ്വപ്നം കണ്ടാൽ, ഈ പാമ്പിൻ്റെ വിഷയത്തിൽ തന്നെ പല രീതിയിലും ഒരുപാട് വ്യാഖ്യാനങ്ങൾ പറയുന്നുണ്ട് അല്ലേ. പാമ്പിനെ സ്വപ്നം കണ്ടാൽ പറയുന്നുണ്ട്, പാമ്പ് മാളത്തിൽ ഒളിച്ചിട്ട്, അതായത് പാമ്പിൻ്റെ പകുതി കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം പറയുന്നുണ്ട്. ഇനി പാമ്പിനെ ഭക്ഷിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാലാണ് പറയുന്നത്. ആ പാമ്പിനെ ഭക്ഷിക്കുന്നതും രണ്ട് രൂപത്തിൽ പറയുന്നുണ്ട്. അതായത് പച്ചയായി ഭക്ഷിക്കുന്നതും പറയുന്നുണ്ട്, വേവിച്ച് ഭക്ഷിക്കുന്നതും പറയുന്നുണ്ട്. കാരണം ചില നാടുകളിലുണ്ടല്ലോ പാമ്പിനെ ഭക്ഷിക്കുന്ന നാടുകളൊക്കെ ഉണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ പുറത്തു പോയാൽ പല നാടുകളിലും പാമ്പിനെ ഭക്ഷിക്കുന്നവർ, നമ്മൾ വിചാരിക്കാതെ എലിയെ ഭക്ഷിക്കുന്നവർ, പുഴുക്കളെ ഭക്ഷിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പാമ്പിനെ പച്ചയായിട്ടും വേവിച്ചിട്ടും ഭക്ഷിക്കുന്നത് സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം രണ്ടും വ്യത്യാസമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വ്യാഖ്യാനം എന്തായിരിക്കും? ഇമാം നാബൽസി എന്നവർ അവിടുത്തെ ഒരു കിതാബിൽ പറയുകയാണ്, ഒരാൾ പച്ചയായിട്ട് പാമ്പിനെ ഭക്ഷിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം നല്ലത് തന്നെയാണ്, മോശമൊന്നുമല്ല. പാമ്പ് മോശപ്പെട്ട ജീവിയാണെങ്കിലും അതിൻ്റെ വ്യാഖ്യാനം നല്ലത് തന്നെയാണ്. അതെന്താണ്? ശത്രുക്കളെ കൊണ്ട് വിജയിക്കുമെന്നാണ്. ശത്രുക്കളെ കൊണ്ട് വിജയിക്കും, ശത്രുവിൻ്റെ കാരണത്താൽ അവനിക്ക് വിജയം ഉണ്ടാകും എന്നാണ്. ഇനി വേവിച്ച പാമ്പിനെയാണ് സ്വപ്നം കണ്ടതെങ്കിൽ കേട്ടോ, മുകളിൽ പറഞ്ഞത് പച്ചയായ പാമ്പാണ്. ഇനി വേവിച്ച പാമ്പിനെയാണ് സ്വപ്നം കണ്ടതെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനം ശത്രുക്കളെ കൊണ്ട് വിജയവും, ശത്രുക്കളെ കൊണ്ട് എന്തുണ്ട്? വിജയമുണ്ട്. പിന്നെയോ അവനിൽ നിന്ന് ഹലാലായ മുതലും കിട്ടും എന്നാണ് വ്യാഖ്യാനം. അപ്പോൾ രണ്ട് വ്യാഖ്യാനം, പച്ചയായിട്ടുള്ള വ്യാഖ്യാനവും വേവിച്ച് കഴിക്കുന്ന സ്വപ്നം കണ്ടുള്ള വ്യാഖ്യാനവും എന്താണ്? നല്ല വ്യാഖ്യാനം തന്നെയാണ്, പേടിക്കാനുള്ള വ്യാഖ്യാനം ഒന്നുമല്ല. വെറും പാമ്പിനെ കണ്ടാൽ ശത്രുക്കളാണ്, മരണാണെന്നൊക്കെ നമ്മളങ്ങനെ പറയാറുണ്ട് വ്യാഖ്യാനമായിട്ട്. അപ്പം അങ്ങനെ പേടിക്കാനുള്ള വ്യാഖ്യാനമൊന്നും എന്തിലില്ല. പാമ്പിനെ ഭക്ഷിക്കുന്നതായിട്ട് സ്വപ്നം കണ്ട അതിൽ വേവിച്ചിട്ടാണെങ്കിലും പച്ചയായിട്ടാണെങ്കിലും പേടിക്കാനുള്ള വ്യാഖ്യാനമൊന്നുമല്ല ഇതിന് രണ്ടിനും ഉള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.